അനസ്തീഷ്യ എച്ചോടിനോട് ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ മണി ഞാൻ സ്പൈൻ അനസ്തീഷ്യ പഠിക്കാൻ പറ്റും. ആണോ? എന്റെ കുറെ കാലത്തേക്കുള്ള ആൾക്കാണ് എന്തുകൊണ്ട് ഈ ജനറൽ അനസ്തീഷ്യക്കാളും സ്പൈൻ അനസ്തീഷ്യ പ്രിഫർ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൈൻ അനസ്തീഷ്യയിലെ ദർസ് നോ ലോസ് ഓഫ് കോൺഷ്യസ്നസ്, പിന്നെ നല്ലൊരു സ്കെലറ്റൽ മസിൽ റിലാക്സിംഗ് ആണ്, പിന്നെ നല്ല അനാലിസിസും കൂടിയാണ്. പിന്നെ ഈ റെസ്പിറേറ്ററി റീനൽ കാർഡിയക് ഡിസീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്പൈൻ അനസ്തീഷ്യയാണ് വെൽ ടോളറേറ്റഡ് ദാൻ ജനറൽ അനസ്തീഷ്യ. ഇതിന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല? കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഹെഡേക്ക് കാരണം CSF ലേക്കാണ്. അപ്പൊ നമുക്ക് ഫൈൻ നീഡിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരമാവധി കുറക്കാം. പിന്നെ ഹൈപ്പർ ടെൻഷൻ, റെസ്പിറേറ്ററി പാരാലിസിസ്, സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിട്ടൻഷൻ ഒക്കെ കോംപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെ ഡ്രഗ്സാ കൊടുക്കാൻ ലോക്കൽ അനസ്തീഷ്യ ആയിട്ട്? ലോക്കൽ അനസ്തീഷ്യ ആയി കൊടുക്കുന്നത് ലിഗ്നോക്കെയിൻ, പിപ്പിവിക്കെയിൻ, ട്രിപ്റ്റോക്കെയിൻ ഒക്കെ. പിന്നെ ഇതിന്റെ യൂസസ് പറയുമ്പോൾ എനി സർജറീസ് ബിലോ ദ ലെവൽ ഓഫ് അംബിലിക്കസ്, ലോവർ ലിംബ് സർജറീസ്, പിന്നെ സിസേറിയൻ സെക്ഷൻ, അപ്പൻഡിസിക്ടമി, ഒബ്സ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ. അതിന് കോൺട്രാൻഡിക്കേഷൻസ് ഒന്നുമില്ല? കോൺട്രാൻഡിക്കേഷൻസ് പറയുമ്പോൾ യങ് ചിൽഡ്രനൊന്നും ചെയ്യാറില്ല. പിന്നെ എനി വെർട്ടിബിൾ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, സെപ്സിസ്, ഹൈപ്പർ ടെൻഷൻ ഒന്നും ചെയ്യും. ഇതിനൊരു പ്രത്യേക പൊസിഷനൊക്കെ നമ്മൾ കാണില്ലേ കൊടുക്കുന്നത്? ഞാൻ ഇന്ന് കണ്ട പൊസിഷന്റെ സിറ്റിംഗ് പൊസിഷനിലായിരുന്നു. അപ്പോൾ പേഷ്യന്റ് ഹിപ്പും നീയും ഫ്ലെക്സ് ചെയ്തിട്ടാണ് ഇരിക്കുക, എന്നൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ നമുക്ക് ലാറ്ററൽ ഡെക്യുബിറ്റസ് പൊസിഷൻ, അത് റൈറ്റ് ലാറ്ററൽ ആകാം, ലെഫ്റ്റ് ലാറ്ററൽ ആകാം. പിന്നെ പ്രോൺ പൊസിഷനും കൊടുക്കാറുണ്ട്.